അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചർച്ചാ വിഷയം കുട്ടികളുടെ ഉംറയെ കുറിച്ചാണ്. കുട്ടികൾക്ക് ഉംറ നിർബന്ധമില്ല. ചെയ്താൽ സ്വഹീഹാകുന്നതും കൂലി കിട്ടുന്നതും രക്ഷിതാവിന് ലഭിക്കുന്നതുമാണ്. തിന്മകൾ എന്ത് ചെയ്താലും കുട്ടികൾക്ക് ശിക്ഷയില്ല. കുട്ടി പ്രായത്തിൽ ചെയ്ത ഉംറ കൊണ്ട് ജീവിതത്തിലെ ഫർള് ബാധ്യത വീടുകയില്ല. പ്രായപൂർത്തിക്ക് ശേഷം ഫർളായാൽ അത് വേറെ തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. പ്രായപൂർത്തിക്ക് മുമ്പ് ചെയ്തത് കൊണ്ട് മാത്രം അത് ഫർളാകുന്നതും അല്ല. കുട്ടിയെ കൊണ്ട് ഉംറ ചെയ്യിക്കുന്ന രക്ഷിതാവ് വളരെ ശ്രദ്ധിക്കണം. കുട്ടിയെ ഉംറ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച രക്ഷിതാവ് മീഖാത്ത് വിട്ട് കടക്കും മുമ്പ് തന്നെ കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഫിദിയ വേണ്ടിവരും. ഫിദിയ നിർബന്ധമില്ലെന്ന അഭിപ്രായം ബലഹീനമാണ്. ഇഹ്റാം ചെയ്യിപ്പിച്ച ശേഷം തവാഫും സഅയും നിയമപ്രകാരമായില്ലെങ്കിൽ കുട്ടി കാലാകാലവും ഇഹ്റാമിൽ തന്നെയാകുന്നതും രക്ഷിതാവ് കുറ്റക്കാരനാകുന്നതുമാണ്. കുട്ടിക്ക് ഇഹ്റാം ചെയ്താൽ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന ഒന്നും വകതിരിവ് എത്തിയ കുട്ടി ചെയ്യാതെ നോക്കേണ്ടത് രക്ഷിതാവിൻ്റെ കടമയാണ്. ആൺകുട്ടിക്ക് ചെഡിയോ പമ്പേഴ്സോ സോക്സോ ഷൂവോ ഒന്നും പാടില്ല. ഫിദിയ നിർബന്ധമാകും. തവാഫിൻ്റെ എല്ലാ നിബന്ധനകളും കുട്ടിയുടെ തവാഫിനും നിർബന്ധമാണ്. തവാഫിന് വേണ്ടി കുട്ടിയെ എല്ലാവിധ നജസുകളെ തൊട്ടും ശുദ്ധിയാക്കലും രക്ഷിതാവ് നിയ്യത്ത് ചെയ്ത് വുളൂ എടുത്തു കൊടുക്കലും നിർബന്ധമാണ്. തവാഫിനിടയിൽ കുട്ടിയുടെ വുളൂ മുറിയുകയോ നജസാകുകയോ ചെയ്താൽ വീണ്ടും ശുദ്ധിയാക്കി തവാഫ് തുടരേണ്ടതാണ്. വകതിരിവെത്താത്ത കുട്ടിയെ ഉംറ ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. വകതിരിവാകാത്ത കുട്ടി ഒന്നാമത്തത്, വകതിരിവാകാത്ത കുട്ടിയെ ഉംറക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ രക്ഷിതാവ് നിയ്യത്ത് ചെയ്യേണ്ടതാണ്. കുട്ടിയല്ല. ഉപ്പയോ വലിയുപ്പയോ അവർ ഏൽപ്പിച്ചവരോ ഇങ്ങനെ നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? ജഅൽതു ഹാദ സ്വബിയ മുഹരിമൻ ബിൽ ഉംറ. ഞാൻ ഈ കുട്ടിയെ ഉംറ കൊണ്ട് മുഹരിമാക്കി. ഈ കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിച്ചു എന്നോ ഇഹ്റാമിൽ ആക്കിയെന്നോ നിയ്യത്ത് ചെയ്താലും മതി. രക്ഷിതാവ് ഏൽപ്പിക്കാതെ ഉമ്മയോ സഹോദരനോ എളാപ്പ മൂത്താപ്പമാരോ ഇഹ്റാം ചെയ്യിപ്പിച്ചാൽ സാധുവാകുന്നതല്ല. രണ്ടാമതായി, കുട്ടിക്കുള്ള ഈ നിയ്യത്ത് കൊണ്ട് രക്ഷിതാവ് മുഹരിം ആകുന്നതല്ല. മൂന്നാമതായി, കുട്ടിക്ക് വലിയ തന്നെ നിയ്യത്ത് വെച്ച് വുളു ഉണ്ടാക്കി കൊടുക്കണം. നാലാമതായി, ഇഹ്റാമിൽ നിഷിദ്ധമായ ഒന്നും കുട്ടിയിൽ വരാതെ രക്ഷിതാവ് ശ്രദ്ധിക്കണം. അഞ്ചാമതായി, ഈ കുട്ടിയെ കൂട്ടി വലിയ തന്നെ അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ചവൻ തവാഫ് നിർവഹിക്കണം. വലിയ ഏൽപ്പിക്കാത്ത ആരെങ്കിലും കുട്ടിയെ തവാഫ് ചെയ്യിപ്പിച്ചാൽ ശരിയാവുന്നതല്ല. കുട്ടി മാത്രം നിർവഹിച്ചാലും മതിയാവുകയില്ല. ആറാമതായി, ശുദ്ധി, ഔറത്ത് മറക്കൽ, കഅബ ഇടതുവശത്താക്കൽ പോലുള്ള തവാഫിൻ്റെ നിബന്ധനകൾ കുട്ടിക്കും വലിയനും നിർബന്ധമാണ്. കഅബ ഇടതുവശത്താക്കൽ കുട്ടിക്ക് നിർബന്ധമില്ലെന്ന് കല്ലൂബിയിൽ ഒരു അഭിപ്രായമുണ്ട്. ഏഴാമത്, രക്ഷിതാവ് ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തം തവാഫ് കഴിഞ്ഞ ശേഷം മാത്രമേ കുട്ടിയെ കൊണ്ട് അവൻ തവാഫ് ചെയ്യിപ്പിക്കാവൂ. എട്ടാമതായി, തവാഫിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് നിർവഹിക്കണം. ഒമ്പതാമതായി, സഅയും രക്ഷിതാവ് കൂടെ നിന്ന് കുട്ടിയെ നിർവഹിപ്പിക്കണം. ഈ സഅയ് രക്ഷിതാവിൻ്റെ സഅയായി പരിഗണിക്കപ്പെടില്ല. രക്ഷിതാവ് ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ സഅയ് ആദ്യം നിർവഹിക്കണം. പത്താമതായത്, കുട്ടിയുടെ കൂടെ രക്ഷിതാവും കൂടി ചെയ്യുമ്പോഴേ വകതിരിവ് ആകാത്ത കുട്ടിയെ തവാഫ് പോലെ സഅയും സഹിയാവുകയുള്ളൂ. 11ാമതായി, തഹല്ലുലാകാൻ കുട്ടിയുടെ തലമുടി തന്നെ നീക്കണം. മുടിയില്ലെങ്കിൽ കത്തിയോ കത്രിയോ കൊണ്ട് ആംഗ്യം കാണിക്കൽ സുന്നത്താണ്. ഇനി ബുദ്ധിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ മാനസികാരോഗ്യം കുറഞ്ഞ വ്യക്തികളെ കൊണ്ട് രക്ഷിതാവ് ഉംറ ചെയ്യിപ്പിക്കുന്നതിന് നിബന്ധനകളും വിധികളും വിശദീകരണങ്ങളും മേൽപ്പറഞ്ഞ വകതിരിവെത്താത്ത കുട്ടിയുടെ പോലെ തന്നെയാണ് എന്നാണ്. ഇനി വകതിരിവായ കുട്ടിയാണെങ്കിലോ, തെമ്മീസായ കുട്ടിയാൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഇവിടെ കുട്ടിയോ രക്ഷിതാവോ ആര് നിയ്യത്ത് ചെയ്താലും മതിയാകുന്നതാണ്. ഉപ്പയോ വലിയുപ്പയോ അവരേൽപ്പിച്ചവരോ കുട്ടിക്ക് സമ്മതം കൊടുത്ത് ഇഹ്റാമിൻ്റെ നിയ്യത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഈ കുട്ടിയെ ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്യിപ്പിച്ചു എന്നോ ഉംറ കൊണ്ട് മുഹരിമാക്കി എന്നോ രക്ഷിതാവ് കരുതണം. ഈ നിയ്യത്ത് കൊണ്ട് കുട്ടി മാത്രമേ മുഹരിമാകൂ. രക്ഷിതാവ് ഒരിക്കലും മുഹരിമാവുകയില്ല.
രണ്ടാമതായി ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളൊന്നും വരാതെ രക്ഷിതാവ് കുട്ടിയെ ശ്രദ്ധിക്കണം. സുഗന്ധമോ തലയിൽ എണ്ണയോ ആൺകുട്ടിക്ക് ചുറ്റി തുന്നപ്പെട്ട വസ്ത്രമോ തലമറക്കലോ പെൺകുട്ടിക്ക് മുഖം മറക്കലോ പോലുള്ള ഒന്നും പാടില്ല. മൂന്നാമതായി കുട്ടിക്ക് സാധിക്കുന്ന ത്വവാഫും സഅയും കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. നാലാമതായി ത്വവാഫിൻ്റെ നിബന്ധനകളായ ശുദ്ധി, വുളൂ, ഔറത്ത് മറക്കൽ, കഅബ ഇടതുവശത്താക്കൽ എന്നിവയെല്ലാം കുട്ടിക്ക് മാത്രമേ വേണ്ടതുള്ളൂ. വലിയിൽ ഇതൊന്നും ഷർത്തില്ല. അഞ്ചാമതായി ത്വവാഫിൻ്റെ ശേഷം സാധിക്കുമെങ്കിൽ 2 റക്അത്ത് നിസ്കാരം കുട്ടി തന്നെ നിർവഹിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവിനും നിർവഹിക്കാം. വകതിരിവായ കുട്ടിയുടെ ത്വവാഫിലോ സഅയിലോ മറ്റോ വലിയ കൂടെ ഉണ്ടാവൽ നിർബന്ധമൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.